ഹായ്, ഞാൻ മീനച്ചിൽ ഹോംസിൽ നിന്ന് ബിജു ജോസ്. ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീടാണ്. ഇത് 10 സെൻറ്റ് സ്ഥലവും 1620 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടുമാണ്. പാലാ കൂത്താട്ടുകുളം ഹൈവേയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരം ഹൈവേയിലൂടെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഹൈവേയിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ടിരിക്കുന്നൊരു വീടാണ്. ഒന്ന് കണ്ടു നോക്കാം. ഹൈവേയിൽ നിന്ന് ഇത് കണ്ടോ, ഇതുപോലെ നോക്കി കാണാവുന്ന ദൂരമാണ് നമുക്കുള്ളത്. ഈ ദൂരത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മതി. മിറ്റം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് കിണറ് തേക്കാനുണ്ട്. തേച്ച് വൈറ്റ് സിമെന്റ് അടിച്ച് വൈറ്റ് അടിച്ച് തരുന്നതാണ്. മിറ്റമെല്ലാം ഇന്റർലോക്ക് ഇട്ട് കയറി ചെല്ലുന്ന കാർ പോർച്ച് എല്ലാം നല്ല രീതിയിൽ ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ ഇരിക്കാനായിട്ടൊരു ചാരി ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറ്റം ബാക്കി ഇന്റർലോക്ക് ഇട്ടതിൻ്റെ ബാക്കി സ്ഥലമാണ്. ഇത് ചിപ്സ് ഇട്ടിട്ടുണ്ട്. മുകളിലോട്ട് കയറാനൊരു സ്റ്റെയർ കേസാണ്. ഇത് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് പ്രവേശിക്കാം. ഇതാണ് തേക്കിൻ്റെ തടി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വാതിലിൻ്റെയും ജനലിൻ്റെയൊക്കെ പാളികളെല്ലാം തേക്കിൻ്റെ തടി ഉപയോഗിച്ചാണ്, നല്ല കാതലുള്ള തടി ഉപയോഗിച്ചാണ് ജനൽ പാളികളും വാതിലിൻ്റെ പാളികളും കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഭിത്തിയിൽ ഗ്ലാഡിങ് ഒട്ടിച്ചിട്ടുണ്ട്. അകത്ത് ജനലിന് കൊടുത്തിരിക്കുന്നത് കമ്പിയാണ്, സ്റ്റീലിൻ്റെ കമ്പിയാണ്. ഒരു സോഫ സെറ്റ് ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ലൈറ്റ്, ഫാന് സൗകര്യങ്ങൾ, LED ലൈറ്റ്സ് ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡിങ് ആണ്, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിക്കോളൂ, നല്ല ഏറ്റവും കൂടിയ ടൈൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്റീരിയർ വർക്കുകൾ, ജിപ്സം വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് ഹോള്. ഇത് വീണ്ടും നമ്മൾ പ്രവേശിക്കുന്ന ഒരു ഡൈനിങ് ഹാളിലേക്കാണ്. ഇത് ഫർഗോള കൊടുത്തിട്ടുണ്ട് അകത്തേക്ക് പ്രകാശം കിട്ടാനായിട്ട്. ഡൈനിങ് ഹാളിനോട് സമീപമുള്ള ഒരു ബെഡ്റൂമാണിത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം. ഈ ബെഡ്റൂം മാത്രം അറ്റാച്ച്ഡ് അല്ല, പക്ഷെ അതിനൊരു കോമൺ ആയിട്ടൊരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെളിയിൽ നിന്നൊക്കെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് ഒരു കോമൺ ആയിട്ട് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളിൽ ഇന്റീരിയർ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നതാണ്. ഇത് വെറുതെ ഒരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നതാണ്. ഈ കളർ ബോർഡ് കാണുന്നത്. ഇതാണ് വാഷ് ഏരിയ. ഞാൻ മുമ്പ് പറഞ്ഞ കോമൺ ടോയ്ലറ്റ് എന്ന് പറഞ്ഞത് ഈ വാഷ് ഏരിയയ്ക്ക് സമീപം ഇതാണ് കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുക. വാഷ് ഏരിയ. അതിനുശേഷം നമ്മളൊരു ബെഡ്റൂമിലേക്കാണ് കയറുന്നത്. ബെഡ്റൂമിൻ്റെ കബോർഡുകളാണ് നേരെ കാണുന്നത് ഡ്രസ്സിങ് ഏരിയയിൽ. ഇത് ആ ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്ന കബോർഡുകളാണ്, വർക്കുകളാണ്. ഫാൻ കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ്. നോക്കിക്കോളൂ, എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നു. ലാസ്റ്റ് ഒരു ക്ലീനിങ്ങും കൂടെ ഇനി ബാക്കിയുണ്ട് ഈ വീടിന്. അത് മാത്രമാണ് ഉള്ളത്. ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി അടുത്ത ബെഡ്റൂമിലേക്ക്, അതിന് തൊട്ടടുത്ത് തന്നെയുള്ള അടുത്ത ബെഡ്റൂമിലേക്ക് കയറുന്നു. ഇത് അതും അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ്. കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഫാന്. ഡൈനിങ് ഹാളിലേക്കാണ് ഇറങ്ങുന്നത്. ഡൈനിങ് ഹാളിൽ
ഇന്ന് നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. അതിമനോഹരമായി പണിത കിച്ചനാണ്.